ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ പറയാൻ താല്പര്യമില്ല, എന്നാലും പറയുന്നു. കുറേ ദിവസത്തേക്ക് മെസ്സേജ് വരുന്നുണ്ട്, എന്തായി നമ്മുടെ കേസിൻ്റെ കാര്യം എന്തായെന്ന് ആണ് ഞാനും ആലോചിക്കുന്നത്. കേസിൻ്റെ കാര്യം എന്തായി? അവരുടെ ഹിയറിംഗ് ആയിരുന്നു, ഐ തിങ്ക് അവരുടെ ബെയിൽ, അതിനുള്ള ഹിയറിംഗ് ഇന്നലെ എന്തോ ആയിരുന്നു, അത് ഇന്നത്തേക്ക് മാറ്റി. ഇന്നറിയാൻ കഴിഞ്ഞോ നാളത്തേക്ക് മാറ്റി. അപ്പോൾ നമുക്ക് നോക്കാം നാളെ എന്തായിരിക്കും എന്നറിഞ്ഞൂടാ. പിന്നെ 2 ദിവസമായിട്ട് കിച്ചുവിൻ്റെ 2 വീഡിയോ എന്നെ കൊണ്ടാണ് എഡിറ്റ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്ന പോലെ കുത്തിയിരുന്ന് പുള്ളിയുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത്, അപ്പോൾ അവസാനം ഏതോ മിസ്റ്റേക്ക്, പിന്നെ ഇങ്ങനെ ഒന്നേന്ന് റീ എഡിറ്റൊക്കെ ചെയ്തപ്പോൾ എൻ്റെ സമയം അത്രയും പുള്ളിയുടെ വീഡിയോ ചെയ്ത് പോയി. ഞാൻ പറയും, ഇനി എൻ്റെ അടുത്ത് വീഡിയോ കൊണ്ട് വരരുത്, ഞാൻ ചെയ്തു തരില്ല, സ്വന്തമായിട്ട് ചെയ്തോന്ന് പറയും. പിന്നെ വേറെ എന്തൊക്കെയോ വിശേഷം. ഇന്ന് നല്ലൊരു മഴ പെയ്തു കേട്ടോ, നല്ലൊരു മഴ. ചെടിക്ക് വെള്ളം ഒഴിക്കണ്ട. പിന്നെ ജിമ്മിലൊക്കെ പോയി ഭയങ്കര കാലുവേദനയൊക്കെ ആയിട്ടിരിക്കുക. ഞാൻ ജിമ്മിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്നാലും ഞാൻ നാളെ അടിപൊളിയായിട്ട് ചെയ്യുമ്പോൾ അത് കാണാൻ രസം കാണും. എനിക്ക് മേ ബി വൺ ഓഫ് ദീസ് ഡേയ്സ് എനിക്ക് ഞാൻ ജിമ്മിലൊക്കെ ഫോട്ടോ ഇട്ട്, അല്ലെങ്കിൽ ഒരേ ഞാൻ ആകെ ടെക്കാത്തലിന് പെണ്ണുങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ജോബിന് പോണതിന് 2 ദിവസം മുമ്പാണ് അവിടെ പോയി. ജോബിനും ജിമ്മിൽ പോകുമ്പോൾ വെച്ച് ഡ്രസ്സ് വാങ്ങിക്കൊടുത്ത് ഞാനും വാങ്ങി. ഞാൻ ആകെ വാങ്ങിച്ച 4 ടീഷർട്ട് അങ്ങാണ്ടോ വാങ്ങിച്ചത്. എല്ലാവർക്കും ഓൾമോസ്റ്റ് സിമിലറാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും, ഞാൻ എന്നും ജിമ്മിൻ്റെയൊക്കെ ഫോട്ടോ ഇടുമ്പോൾ ഞാൻ സെയിം ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ഫീൽ. ഞാൻ ഇപ്പം ജിമ്മിലൊരു ഒന്നും അറിഞ്ഞിടാതെ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ വെച്ചാൽ ഇങ്ങനത്തെ കുറച്ച് സാധാ ഡ്രസ്സൊക്കെ മതി. ഞാനൊന്ന് അടിപൊളിയായി ബോഡിയൊക്കെ ഇച്ചിരി ബെറ്ററായിട്ട് ഈ പിള്ളേരൊക്കെ വാങ്ങണ പോലെ നല്ല ബ്രാൻഡഡൊക്കെ വാങ്ങിച്ച് നല്ലപോലെ ഇടണം. നമ്മുടെ ജിം ട്രെയിനറുമായിട്ടും ഐ വോണ്ട് ടു ഡു എ വീഡിയോ വിത്ത് യു. എന്നെ പോലെ 50s ഒക്കെ ക്രോസ് ചെയ്ത ആൾക്കാർക്ക് ഏതൊക്കെ തരം ജിം ട്രെയിനിങ് ആണ് നല്ലത് എന്നൊക്കെ. ഹീസ് ലൈക്ക് രജിത്ത് നല്ല അതിനെക്കുറിച്ച്, ഹ്യൂമൻ ബോഡിയെക്കുറിച്ചൊക്കെ നല്ല വിവരമുള്ളവരാണ്. ബേസിക്കലി പുള്ളി ഒരു എൻജിനീയറാണ്, അതുകൊണ്ട് നല്ല വിവരമുണ്ട്. എൻജിനീയർ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങനെയല്ല, ലൈക്ക് ഭയങ്കര നന്നായിട്ട് പഠിച്ചാണ് വെച്ചേക്കുന്നത്. ലൈക്ക് പഠിപ്പിസ്റ്റാണെന്നാണ് തോന്നുന്നത് രജിത്ത്. അപ്പോൾ ഹ്യൂമൻ ബോഡിയെക്കുറിച്ചും നമുക്ക് കഴിക്കേണ്ട ഭക്ഷണത്തിനെക്കുറിച്ചും നമുക്ക് എന്ത് ചെയ്താൽ എന്താവും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എല്ലാം നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അമ്മ രജിത്തിൻ്റെ കൂടെ പറയും, രജിത്തിന് ഭയങ്കര നോളജാണ് കേട്ടോ എല്ലാത്തിനെക്കുറിച്ചും. അപ്പോൾ രജിത്ത് എനിക്ക് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അങ്ങനെയാണ് ആൻറ്റി ഇത് ചെയ്താൽ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ. സോ ഐ റിയലി വോണ്ട് ഷെയർ വിത്ത് യു. പക്ഷേ പുള്ളി ഭയങ്കര തിരക്കാണ്. ഞാനിപ്പോൾ മിക്ക ദിവസവും ജിം ടൈം കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പണിയായിരിക്കും. ഓടി ഓടി ഞാനിങ്ങോട്ട് വരും. പിന്നെ ഓസിയുടെ ഡെലിവറിയെക്കുറിച്ചൊക്കെ ആൾക്കാർ എൻക്വയറി ചെയ്യുന്നുണ്ട്. മേ ബി ഒരു 10 ഡേയ്സിനുള്ളിൽ ഡെലിവറി നടക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇന്നലെ പോയപ്പോൾ ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്. ഇനി നമുക്ക് സാറ്റർഡേ, ഇന്നെന്താ ദിവസം, വെനസ്ഡേ, സാറ്റർഡേ വീണ്ടും ചെക്കപ്പ് ഉണ്ട്. അന്ന് പോകുമ്പോൾ പ്രോബബ്ലി പറയും എന്ന് വീണ്ടും വരണം എന്നൊക്കെ. ഇവിടെ അണ്ണാൻ്റെ ശല്യം ഭയങ്കര കൂടുതൽ കേട്ടോ. നോക്കിയേ, മുകളിലൊന്നും കവറിടാൻ പറ്റിയില്ല, അങ്ങോട്ടൊക്കെ ഫുള്ള് കടിച്ചേക്കുന്നു. നോക്കൂ, കിച്ചന് എത്തുന്ന സ്ഥലത്തൊക്കെ കവറിട്ട്. ഈ മരം ഒരു 2 വർഷം മുമ്പ് കിച്ചുവൊക്കെ ട്രിം ചെയ്തായിരുന്നു. ട്രിം ചെയ്തതുകൊണ്ട് കഴിഞ്ഞ വർഷം, അതിന് മുന്നത്തെ വർഷം നന്നായിട്ട് കാച്ചതേ ഇല്ല. പണ്ടിത് എന്തുമാത്രം കായ്ക്കുമായിരുന്നു. നിൽക്കുന്ന മരം നമ്മുടെ കഴിഞ്ഞ വർഷമൊക്കെ ഏറ്റവും അധികം നമ്മുടെ റംബൂട്ടാൻ മരം എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ കളിയാക്കുന്നൊരു മരം ആ മരമാണ്. ആ മരത്തിൽ ഈ വർഷം ഈൽഡ് വളരെ കുറഞ്ഞു പോയി. എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. ഈ മരങ്ങളെല്ലാം കൂടെ വളർന്നിട്ട് ശരിക്കും ഒരു കാട് പോലെയാണ്. എനിക്ക് ഇരുട്ട്, ഒരു ആമസോൺ കാട് പോലെയായി ഇവിടെ. വെയിൽ താഴോട്ടൊന്നും വീഴാതെ ഒരു തുള്ളി പുല്ല് പോലും ഇല്ല. നോക്കിയേ, കംപ്ലീറ്റ് ശൂന്യമായി. എനിക്ക് ഗാർഡൻ ഒന്ന് നന്നാക്കണം, ഒന്ന് ഡെവലപ്പ് ചെയ്യണം, പ്രസൻറ്റബിൾ ആക്കണം. പക്ഷേ ഈ അടുത്ത് നമ്മളതിനെക്കുറിച്ച് ആലോചിച്ചു. അർജുൻ പറയുകയും ചെയ്തു ഒരാളെ കൊണ്ടുവരാമെന്ന്. ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ റംബൂട്ടാൻ ഇങ്ങനെ മരത്തിൽ നിറഞ്ഞു നിൽക്കുമല്ലേ, ആ സീസണൊന്ന് കഴിയട്ടെ. മേ ബി ഒരു 1.5 മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ റംബൂട്ടാൻസൊക്കെ പറിച്ച് ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത്, ബാക്കി നമ്മളും കഴിച്ച്, കാക്കയും കഴിച്ച്, അണ്ണാനും കഴിച്ച്, എല്ലാവരും കഴിച്ച് എല്ലാം തീരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഗാർഡൻ എന്തായാലും വൃത്തിയാക്കണം. പണ്ടൊക്കെ നമ്മൾ ഈ ഗാർഡനിൽ എന്തുമാത്രം ഫോട്ടോസ്, വീഡിയോസ്, ഈവൻ ഈ കോവിഡ് തുടങ്ങി ആ കാലത്ത് പോലും പിള്ളേരുടെ ഒരുപാട് ഡ്രസ്സിൻ്റെയൊക്കെ ആഡൊക്കെ നമ്മൾ ഇവിടെ വന്ന് നിന്നൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഇറ്റ് വാസ് ലൈക്ക് വെരി ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയായിരുന്നു. ഇപ്പം ഭയങ്കര കാടായിപ്പോയി, എല്ലാ മരങ്ങളും വളർന്നു വലുതായി. ചക്ക, ഈ പ്ലാവിൽ വന്ന ചക്ക എല്ലാം പോയി കേട്ടോ, വന്നതെല്ലാം പോയി. എൻ്റെ ഡാഡിയുടെ വീട്ടിലുണ്ട്, അത് ഡാഡി എന്നും വിളിക്കും വന്നിട്ട് വീഡിയോ എടുക്കാൻ. ഞാൻ പോയില്ല, പിന്നെ അങ്ങോട്ട് പോയിട്ട് എടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് അത് ഡ്രോപ്പ് ചെയ്തിട്ട് വന്നു. നമ്മുടെ മോനെ ഇതിൻ്റെ ഒരു ക്ലോസപ്പ് എടുത്ത് ദിസ്. എന്ത് ഭംഗിയല്ലേ ഇതിങ്ങനെ നിൽക്കുന്ന കാണാൻ. സോ നൈസ്, ബ്യൂട്ടിഫുൾ. ഇതൊക്കെ
ഈ ചില ഇതുപോലത്തെയൊക്കെ ഇതേ നമുക്ക് നമ്മുടെ പറമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിങ്ങനെ കണ്ടങ്ങ് പോവും. പറിക്കാനൊരു കൊതിയില്ല. ആരുടെയെങ്കിലും പറമ്പിൽ ഇത് കണ്ടാൽ നമുക്ക് അതിനൊരെണ്ണം പറിച്ചെടുക്കാൻ തോന്നും. നമ്മുടെ ഇവിടെ ആകുമ്പോൾ നമുക്ക് അതിനോട് വലിയൊരു വികാരമൊന്നുമില്ല. മുകളിലൊക്കെ ധാരാളം പഴുത്തുണ്ട്. ഭയങ്കര ഇതിൻ്റെ മധുരമുള്ളത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആൻഡ് ഇതിൽ ഭയങ്കര എന്തൊക്കെയോ വിറ്റമിൻ സി ഒക്കെ ഡയറക്റ്റായിട്ട് കിട്ടും. ഇവിടെ ആരും നടാതെ ഒരു മത്തൻ വളർന്നു വരുന്നുണ്ട്. മത്തൻ്റെ ഇല വെച്ചിട്ട് ഞാൻ അന്ന് മുരിങ്ങയില ഇട്ടിട്ടൊരു താളിപ്പെന്ന് പറയുന്ന സാധനം കാണിച്ചില്ലേ കഞ്ഞിവെള്ളത്തിൽ, അതിൽ ഈ മത്തൻ്റെ ഇലയിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു. പക്ഷെ മത്തൻ്റെ ഇല എങ്ങനെ കഴിക്കും? അതിൽ മുള്ളുണ്ടല്ലോ, ചെറിയൊരു മുള്ള എഫക്റ്റ് ഉണ്ട്. അപ്പം അത്രയൊക്കെ തന്നെ. ബാക്കി നമുക്ക് ഇന്നത്തെ ദിവസം വേറെ എന്തെങ്കിലും അകത്തൊക്കെ കയറി എന്തെങ്കിലും എടുക്കാം. അപ്പോൾ ഓക്കെ. ഇന്ന് ഭയങ്കര ഹെവി റെയിനി ഡേ ആയിരുന്നു. രാവിലെയും ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ രാവിലെ നമ്മുടെ ഡ്രൈവർ എത്താണ്ട് തന്നെ കുറച്ച് ഡിലേ ആയി. ഞാൻ ജിമ്മിലെത്താൻ ഡിലേ ആയി. വഴി അത്രയും ബ്ലോക്കായിരുന്നു. രജിത്ത് ബ്ലോക്കിൽ പെട്ടു, എല്ലാവരും ബ്ലോക്കിലായി. ഇനി വന്നിട്ട് ഞാൻ എൻ്റെ പാരൻസ് കുറച്ച് മീനൊക്കെ വാങ്ങിക്കൊടുക്കാനായിട്ട് നമ്മുടെ പയ്യനെ വിട്ടു. അതൊക്കെ എത്തും. ഞാൻ വേഗം ഒന്ന് പോയിട്ടു, പെട്ടെന്ന് പോയിട്ടു. അപ്പോൾ നാളെ കാണാം. അപ്പോൾ നാളെ കാണാം. രജിത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ബൈ ബൈ. ബൈ മോനെ, ബൈ. ദാറ്റ് ഇസ് രജിത്ത്. ഇന്ന് വേണ്ട മഴ, വേറൊരു എനിക്ക് നല്ല ബിസി ഡേ ആണ്. പിന്നെ കാറ് വന്നുകൊണ്ട് പയ്യനെ ഒന്ന് വിളിക്കട്ടെ. ലഞ്ച് ഇപ്പം ഞാൻ എന്നും ലഞ്ചിന് ചോറിന് പകരം കീൻവയാണ് കഴിക്കുന്നത്. പിന്നെ സാലഡ്. ഇന്ന് 26 ജൂൺ. ഇന്നാണ് നമ്മുടെ ഒരു ബെയിലിൻ്റെ ഒരു വിധി വന്നത്. നമുക്കൊക്കെ ബെയിൽ കിട്ടി. പിള്ളേർ പറഞ്ഞ അവരെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ ആ കേസിൽ, ആൻഡ് അവരുടെ ബെയില് റിജക്റ്റ് ചെയ്തു. അപ്പോൾ അവർ ഒളിവിൽ പോയിട്ടുണ്ടാവും വീണ്ടും. അവർ ആക്ച്വലി കുറേ ദിവസം കൊണ്ട് അബ്സ്കോണ്ടിങ് ആണ്. എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് അത് എന്തായെന്ന്. നിങ്ങളിപ്പോൾ ടി വിയിൽ ന്യൂസിലൊക്കെ കാണിച്ചിട്ടുണ്ടാവും. അത് അവരുടെ ബെയിൽ റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ടും അവരിനി ചെയ്യുന്നത് അടുത്തത് ഹയർ കോർട്ടിൽ അവർ റിക്വസ്റ്റ് കൊടുക്കുമായിരിക്കും. ഞാനുണ്ടോ സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ ആ കുട്ടികളന്ന് വന്ന് പ്രസ് മീറ്റിലൊക്കെ കുറേ ഇൻ്റർവ്യൂസ് കൊടുത്തില്ല. ഇപ്പോൾ നമ്മൾ ചിലതൊക്കെ കണ്ടിരുന്നു, ചിലതൊക്കെ നമ്മൾ മിസ്സായിരുന്നു. ഇന്നലേക്ക് ഞാൻ ഏതോ ഒന്നിങ്ങനെ കണ്ടപ്പോഴത്തേക്കും അതിൽ വിനീത കണ്ണാടി വെച്ച കുട്ടി, ആ കുട്ടി പറയുന്നുണ്ട് ഏതോ ഒരു കാറിൽ നമ്മൾ തട്ടിക്കൊണ്ടുപോയിരുന്നു. ഈ പാവപ്പെട്ട ഇന്നോവ കാറിൽ അവരായിട്ട് കയറിയാണ് വന്നത്. ഈ കാറ് എത്രയോ കാലമായിട്ട് ഓസിയുടെയൊക്കെ വീഡിയോസ് കാണുന്നവർ കണ്ടിട്ടുണ്ടാവും. ഓസിയുടെ പുതിയ കാറ് ആ കല്യാണ സമയത്ത് വാങ്ങുന്നതിന് തൊട്ട് മുന്നേ ഒക്കെ ഓസി സ്ഥിരം ഓടിച്ചിരുന്ന കാർ ഇതാണ്. അപ്പം ആ പിള്ളേർ എത്രയെങ്കിലും പ്രാവശ്യം ഈ കാറിൽ കയറിയിട്ടുണ്ടാവും. പലപ്പോഴും ഇവർ പണ്ടൊക്കെ ഇവർ ഓഫീസിൽ വന്നൊന്നുമല്ല കൊറിയർ പിക്ക് ചെയ്ത് കൊറിയർ കൊണ്ടൊക്കെ കൊടുക്കുന്നത്. അപ്പം ഈ കാറിൽ എത്രയെങ്കിലും പ്രാവശ്യം ഓസിയുടെ കൂടെ അവർ പോയിട്ടുണ്ട്. അതുമല്ല, ഈ പോയ കുറച്ചു കാലം മുന്നേ വരെ ഓസിയുടെ ജ്വല്ലറിയൊക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഞാനും ജോബിനും ഒക്കെ എപ്പോഴും ഈ കാറിൻ്റെ ഡിക്കി കയറ്റിയാണ് അവരുടെ സാധനങ്ങളെല്ലാം ഓഫീസിൽ കൊണ്ടുപോകണതും. ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കും, മോളെ ഞങ്ങൾ താഴെ നിൽക്കുന്നു, വരുമോ എന്ന് പറയും. അവർ വരും. ഇപ്പോഴും എനിക്ക് എൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെയുണ്ട് ആ ദിവസങ്ങളൊക്കെ. അവർ വന്നതിനകത്ത് എടുത്തുകൊണ്ട് പോകും, ചിരിക്കും, അങ്ങനെ. എന്നിട്ട് അവരെന്തൊക്കെയാ പറഞ്ഞതല്ലേ. എന്തായാലും അവർ കുറേ തെറ്റുകൾ ചെയ്തു. പക്ഷെ എനിക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് കിച്ചുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കേസ് ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരുപാട് പേര് അറിഞ്ഞതാണ്. ഇപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവർ മാത്രമല്ല, അല്ലാതെയും പൊതുജനങ്ങൾ എല്ലാവരും ഈ ഒരു കേസ് ഒരു കേസ് സ്റ്റഡി പോലെയാണ്. ഒരു പുതിയൊരു ഇതായിരുന്നു, ഒരു നോളജാണ്. അപ്പോൾ ഇതോടുകൂടി എല്ലാവരും ഇതുപോലെ ബിസിനസ് ചെയ്യുന്നവർ അവരവരുടെ സ്റ്റാഫിനെ ഒന്ന് മോണിറ്റർ ചെയ്യുന്നത് പണ്ടത്തതിൽ നിന്ന് കുറച്ച് മാറും, ഡിഫറെൻറ്റ് രീതിയിൽ ചെയ്യും. ഇതുപോലെ ഫ്രോഡ് കാണിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ
ഇതൊക്കെ പുതിയത് എന്തായാലും കണ്ടുപിടിച്ചോണ്ടല്ലോ, നമ്മളാരും ചിന്തിക്കാത്ത പുതിയ ഫ്രോഡ് ആൾക്കാർ. എന്നാലും ഒരു പരിധി വരെ ആൾക്കാർ ഫ്രോഡ് ചെയ്യുന്നതിൽ ഒരു കുറവുണ്ടാവും. ആൻഡ് ശരിക്കും ഒരു ഐ ഓപ്പണറാണ് ഫോർ ഓൾ ബിസിനസ് പീപ്പിൾ. നമ്മളോട് എത്ര പേരാണെന്ന് വന്ന് പറയുന്നത്. അവർക്കൊക്കെ ഇതേ രീതിയിലുള്ള ധാരാളം ഇൻസിഡൻസ് ആണ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള. പലരും കേസൊക്കെ കൊടുക്കണം. നമ്മുടെ ഇതുപോലെ ഇങ്ങനെ എല്ലാവരും അറിയുന്ന ഒരു കേസ് പോലെ ആയിട്ടുണ്ടാവില്ലത്തില്ലെന്നേ ഉള്ളു. അല്ലാതെയൊക്കെ ലൈക്ക് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഗോയിങ് ത്രൂ. ഇവിടെ ഞങ്ങൾക്ക് പരിചയമുള്ളൊരു ബേക്കറിയിൽ ഞങ്ങളുടെ ഫ്രണ്ട് വിനോദ് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ അടുത്ത് മെഡിക്കൽ കോളേജിലുള്ളൊരു ബേക്കറിയിൽ സെയിം തിങ്. അത് പക്ഷേ സ്റ്റാഫിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്തത് അങ്ങനെ കൈയോടെ പൂട്ടി. കാരണം എല്ലാം ആ ആളുടെ QR കോഡ് യൂസ് ചെയ്താണ് എടുത്തത്. അങ്ങനെ പിടിച്ചു. അപ്പം തന്നെ പൈസ തിരിച്ചെടുത്തു. എന്നുവെച്ചാൽ വേറെ വീട് വെക്കാനും ലൈക്ക് ലണ്ടനിലോട്ട് ബ്രദറിനെ വിടാനും ലൈക്ക് പണയം വെച്ചെടുക്കാനും അങ്ങനെയൊന്നും യൂസ് ചെയ്തില്ല. കിട്ടിയതെല്ലാം ബാങ്കിൽ തന്നെ കൊണ്ടിട്ടിരുന്നു. അതുകൊണ്ട് എളുപ്പമായിട്ട് പിടിക്കാൻ പറ്റി. ഏതായാലും ഈ പിള്ളേർ എങ്ങനെയല്ലേ അതിലെ 2 പിള്ളേരെ, വിനീത ആൻഡ് ദിവ്യ എന്ന് പറഞ്ഞ കുട്ടി, 2 പേരും എനിക്ക് തോന്നുന്നു ഇഷാനിയേക്കാൾ ഇളയതാ. ദേ സോ യങ്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ ലൈക്ക് വെൻ ദോസ് ഗേൾസ് അവരാ പ്രസ് മീറ്റിലൊക്കെ വന്നിട്ട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് പറയുന്നതായിരിക്കും. എന്നാലും ഇത്രയും ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റിയോട് കൂടി അവരാ ഓരോന്ന് പറയുന്നത് എങ്ങനെയല്ലേ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ കട്ടോട്ടെ കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഒരു മോഷണം, എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ നിൽക്കുന്നു, ഇങ്ങനെ കള്ളം പറയുന്നു. ഞാൻ ഇന്നലെ വിനീത ഏതോ പറയുന്നത് കണ്ടപ്പോൾ അത് ഏതോ നിങ്ങളെല്ലാം കണ്ടുണ്ടോ ആ കുട്ടി? ഞാനത് ആദ്യമൊന്നും കണ്ടില്ല. കാരണം കുറേ ചാനൽസ് വന്നപ്പോൾ ഒരു മാറി ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോന്നിലും ഓരോരുത്തർ ചോദിക്കുന്നത് അനുസരിച്ച് എന്തൊക്കെയാ ആ ഒരു വിനീത എന്ന് പറയുന്ന കുട്ടി പറയാം, ഞാൻ അതിനോട് ചോദിച്ചത് നിനക്കൊക്കെ എന്തിനാ ഇങ്ങനത്തെ ഡ്രസ്സ്, നിനക്കൊക്കെ എന്തിനാ ഐഫോൺ? സത്യയുടെ കൊച്ചിൻ്റെ കയ്യിലെ ഫോൺ എന്തെന്ന് പോലും ഞാൻ പറ്റില്ല. ഞാൻ വന്ന കാറിലാ രാധു എന്ന് പറയുന്ന കുട്ടിയാ വന്നെ. എന്താ അല്ലേ എങ്ങനെയൊക്കെ കള്ളം പറയാൻ പറ്റുന്ന? എനിക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരൊക്കെ നേരിട്ട് എനിക്കത് കാണണം എന്നുണ്ട്. ലൈക്ക് എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറയാം. എന്നിട്ട് വിനീത പറഞ്ഞിരിക്കുന്ന ഇറങ്ങാൻ നേരത്ത് കൃഷ്ണകുമാർ പറഞ്ഞ് നീയൊക്കെ ഇപ്പം ചിരിച്ചോണ്ട് ഇറങ്ങിക്കും, നിന്റെ പാർട്ടിക്കാരെന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് ഹോൾഡ് അങ്ങ് കേന്ദ്രത്തിലാണ് എന്ന് കൃഷ്ണകുമാർ പറഞ്ഞു എന്ന്. ഈ പിള്ളേർ ഇറങ്ങിപ്പോണ്ട സമയത്ത് കിച്ച് ഞങ്ങളുടെ ഓഫീസിന് മുകളിൽ അവിടെ ഇരിക്കുമായിരുന്നു. ഞാനും അമ്മും ഒക്കെ താഴെ നിൽക്കുന്നത്. അവർ ഇറങ്ങിപ്പോണ്ട ഒരു വിഷയം ഉണ്ടല്ലോ, അത് അമ്മ എടുത്തതാണ്. ഞാനാണ് അവിടെ ഒന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. കിച്ചു ഏരിയ പോലും ഇല്ലായിരുന്നു. എന്തൊക്കെ കള്ളങ്ങളായി ഈ പിള്ളേർ പറഞ്ഞത്. എൻ്റെ ഈ അതിൽ ഒരു പയ്യനുണ്ട് ആദർശ് എന്ന് പറഞ്ഞിട്ട്, ആ വിനീതയുടെ ഹസ്ബൻഡ് പയ്യൻ. ആ പയ്യൻ പറഞ്ഞിരിക്കുന്നു അവൻ എന്തോ പൈസ കൊണ്ട് വന്നില്ലെങ്കിൽ ഇവര് എന്തോ കൊല്ലും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഞങ്ങളുടെ വീഡിയോ കണ്ടറിയാം. അവൻ എവിടെ പോയിട്ട് കുറച്ച് പൈസയായിട്ട് വന്ന് ഫുൾ ടൈം അവിടെ തന്നെ നിൽക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ ഓഫീസിലോട്ട് ഈ കുട്ടികളെ കൊണ്ട് ഞങ്ങൾ വന്ന സമയത്ത് കാരണം ഓസിയുടെ ഫ്ലാറ്റിന്റെ അവിടെ ഡീൽ ചെയ്യേണ്ടതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ ഈ സംസാരം കുറച്ച് കൂടിയപ്പോൾ അവിടെ ഉള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാക്കണ്ട എന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഓഫീസിലോട്ട് പോവാം. ആൻഡ് ഞങ്ങളുടെ ഓഫീസ് എന്ന് പറയുന്നത് ഈ എൻ്റെയൊക്കെ എത്രയോ വീഡിയോസിൽ ഞങ്ങൾ അവിടെ ആദിശിക ഫൗണ്ടേഷൻ്റെ ഒക്കെ ചെയ്തിട്ടുള്ള വീഡിയോയിലുണ്ട്. ഞങ്ങളുടെയൊക്കെ ഏതൊക്കെയോ വീഡിയോസിൽ ആ ഓഫീസ് നമ്മൾ അല്ലാതെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു കാറെന്ന് പറയുന്നത് വിനീതയ്ക്കും ദിവ്യയ്ക്കും എത്ര ഫെമിലിയർ ആയിട്ടുള്ള കാറാണ്. നമ്മളെല്ലാവരെയും ഫെമിലിയറാണ്, നമ്മുടെ ഡ്രൈവറിനെ ഫെമിലിയറാണ്, എല്ലാവരെയും ഫെമിലിയറാണ്. അപ്പം നമ്മുടെ കൂടെ നമുക്ക് അവരാണ് രാവിലെ ഓസിയുടെ ഫ്ലാറ്റിൽ വന്നിട്ട് സംസാരം തുടങ്ങിയത്. അവിടെ കച്ചട ആക്കണ്ട, നമുക്ക് നമ്മുടെ ഓഫീസിൽ പോയിട്ട് സമാധാനത്തിൽ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. നല്ല ബ്ലോക്ക് കേട്ടോ. ഹൻസൂന്ന് 3:30 തന്നെ വരണേന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ ഭയങ്കര ബ്ലോക്ക്. മഴ വന്നാലുണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ബ്ലോക്ക് ആവും. നല്ലൊരു അടിപൊളി ബ്ലോക്ക് കാണിച്ചു തരാം. ഞാൻ അമ്മൂൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോവാം. പക്ഷേ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ കാറ് ഞങ്ങളുടെ ബാക്കിലെ കാർ ഷെഡിൽ ഇടണം. അപ്പം ഞാനൊന്ന് പോയി തിരിച്ച് വീടിട്ടു അവിടുത്തെ ലൈറ്റെല്ലാം ഇട്ട് വെച്ച് റെഡിയാക്കിയിട്ട് വരട്ടെ.
കുറേ നാളിന് ശേഷം ടുഡേ ഇറ്റ് ഫീൽസ് നൈസ്. അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തായി 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 ഇത്രയും എന്താണ്. എല്ലാവർക്കും മനസ്സിലായി എന്നിട്ട് അവരാണ് മോഷണം നടത്തി, എന്നിട്ട് എന്താ അവരെന്ന് അറസ്റ്റ് ചെയ്യാത്ത. അറസ്റ്റ് നടന്നിട്ടില്ല, എന്നാലും അറ്റ്ലീസ്റ്റ് അവർ കൊടുത്ത അവരുടെ ആ ഒരു ജാമ്യം എങ്കിലും ഇതായല്ലോ, നിഷേധിക്കപ്പെട്ടു. കാക്കപ്പൊണ്ണ ചെടി ഇടയ്ക്ക് ആ ഫ്രണ്ടിൽ ഞാനൊരു ചട്ടിയിൽ നട്ടിരുന്നു, അത് കേടായിപ്പോയി. ഇപ്പോൾ വീണ്ടും അത് പൊടിച്ചു വന്നു. അയ്യോ, ഗേറ്റ് ആരെങ്കിലും പൂട്ടിയോ എന്ന് അറിഞ്ഞൂടാ. ആ ഭാഗ്യം, ആരും പൂട്ടിയിട്ടില്ല. സഫീലോട് ഞാൻ പൂട്ടാൻ പറഞ്ഞിരുന്നു, സഫീല മറന്നുപോയി. അത് ചില സമയത്ത് നന്നാവും, ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറയും, പക്ഷെ അവരങ്ങ് മറന്നുപോയാൽ അത് ഗുഡ്. ഇവിടുത്തെ ലോക്ക് വേർ ഈസ് ഇറ്റ്? ഇവിടെ ഒരു പൂട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞ സഫീലോട് ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കാൻ. അതെന്തായാലും മറന്നു. ലൈറ്റ് ഇട്ടു. ഇത്തവണ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടല്ലോ, അകത്തതിന് കായ്ക്കാൻ വയ്യ. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചാകരയാണ്. ക്ലോസപ്പ് കാണിച്ചു ഓക്കെ. നാട്ടുകാരൊക്കെ കട്ടുകൊണ്ട് പോകാനായിട്ട് ഫുള്ള് വെളിയിലാണ് ഇത്തവണ കാച്ചിരിക്കുന്നത്. കിച്ചു ചെറിയ ചെടി അവിടെ നട്ടതാണ്, അത് പുറത്തോട്ട് വന്ന് ലാവിഷായിട്ട് കാച്ചിരിക്കുന്നത്. ഒരെണ്ണം പോലും കിട്ടാൻ വഴിയില്ല. പക്ഷെ ഐ തിങ്ക് ഒന്ന് കളറായി തുടങ്ങുമ്പോൾ നേരത്തെ കട്ട് ചെയ്താൽ ഓക്കെ. ലുക്സ് നൈസ് അല്ലേ? കൊള്ളാം, സൂപ്പറും. പാവ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടി കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ചക്ക, ഞങ്ങളുടെ നെയ്ബറിൻ്റെ വീട്ടിലെ ചക്ക, കുഞ്ഞു മരത്തിലുണ്ടായ ചക്ക. ഡ്രാഗൺ ഫ്രൂട്ട് രക്ഷയില്ലല്ലോ, ഒരുപാട് ഒരു സൈസ് കുറവ് കേട്ടോ. അധികം വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഈ ചെടിക്ക്. ഇത് ഞങ്ങളുടെ ബാക്കിലെ ഗേറ്റ്, ബാക്കിലെ മതിലും ബാക്കിലെ ഗേറ്റും. ഇവിടെ വെള്ളം പോകാൻ ഒരു സാധനം ഇട്ട് വാങ്ങിയപ്പോൾ അർജുൻ്റെ പണിക്കാരെനിക്ക് കൊണ്ട് ഇട്ട് തന്നിട്ടുണ്ട്. റെഡ് കളർ എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല, എനിക്കത് മാറ്റിയൊരു ഡീസൻറ്റ് കളറാണ്. എന്താ പറഞ്ഞു, അയ്യോ ആൻറ്റി പെയിൻറ്റ് ചെയ്ത് തരാമെന്ന് പറയേ. ആരും പെയിൻറ്റും ചെയ്തു തന്നില്ല. ഓക്കെ. പിന്നെ വളരെ ഒരു റെയിനി ഡേ ആയിരുന്നു, ഒരു ഭയങ്കര മഴ. അവിടെ ഇന്ന് ജിമ്മിലൊക്കെ ആൾ വളരെ കുറവായിരുന്നു. 2 വീലറിലൊക്കെ വരുന്നവർക്ക് ബുദ്ധിമുട്ടായിരുന്നു കാണും. എന്ത് ഭാഗ്യമല്ലേ ഇങ്ങനെ നമ്മുടെ ഗാർഡനിലോട്ട് ഇറങ്ങുക, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേരാപ്പാരാൻ നടക്കുക. എന്തൊക്കെ തരം ഫ്രൂട്ട്സാ! ഭയങ്കര മധുരം. ഞാൻ നിങ്ങളെ കൊതിപ്പിക്കട്ടെ. ഡയറക്റ്റായിട്ട് മരത്തിൽ നിന്ന് പറിച്ചിട്ട് ഉറുമ്പ്. ഓ, സൂപ്പർ ടേസ്റ്റ് കേട്ടോ. രക്ഷയില്ല. ഇത് നല്ല വലിയ സൈസാവുന്ന റംബൂട്ടാൻ. ഇത് കുറേ നാൾ നിൽക്കുവേ. ഇത് കിളിയൊന്നും അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു 1 മാസം കൂടെ നിൽക്കുമ്പോൾ ഇതങ്ങ് ഡാർക്ക് റെഡ് ആവും. ഇവയിലേക്ക് വെരി ഹെവി. ഇതിൻ്റെ ഫ്ലഷ് നമുക്കിങ്ങനെ കടിക്കുമ്പോൾ ഇങ്ങനെ പീലായി വരും. അപ്പോഴത്തെ റംബൂട്ടാൻ അങ്ങനെയല്ല, അതിങ്ങനെ ചപ്പി എടുക്കണം. അപ്പോൾ ഇതിങ്ങനെ പീലായിട്ട് വരും. നല്ല ഡിമാൻഡുള്ള ടൈപ്പായത്. ഇത് മറ്റേ ഈ എൻ സംതിങ് 55 95 എന്നൊക്കെ പേര് പറയില്ല, ആ ഗ്രൂപ്പിലുള്ളതാണ്. ഞാൻ ഈ ഗാർഡനിൽ ലൈറ്റ് ഇട്ട് വയ്ക്കട്ടെ. അത് കത്തി. മഴ സീസണിൽ ഇതിൽ നടക്കുമ്പോൾ അതൊക്കെ നടക്കണം. അയ്യോ,
ഇന്നാളൊരു ദിവസം അവിടെ വീണ് എൻ്റെ മുട്ട് മുറിഞ്ഞതിൻ്റെ അടയാളം ഇപ്പോഴും മാറിയിട്ടില്ല, വേദനയുണ്ട്. കെയർഫുള്ളാവണം. ഈ മിനിഞ്ഞാന്ന് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിട്ട് ഇന്നലെ എനിക്ക് കാലിൽ നല്ല വേദനയായിരുന്നേ. ഇന്ന് വേദനയുണ്ട്. അപ്പോൾ ഇന്ന് രജിത്ത് എനിക്ക് അങ്ങനെ ചെയ്യേണ്ട അതിന് ഓപ്പോസിറ്റായിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്യിപ്പിച്ചെന്നാലും അത്യാവശ്യം നല്ല വേദനയുണ്ട്. ബട്ട് ദെൻ ദ ഫീൽ ഓഫ് ഗോയിങ് ടു ദ ജിം ആൻഡ് ഐ എം ഹാപ്പി ദാറ്റ് ദ ജേർണി ടു എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാസ് സ്റ്റാർട്ടഡ് ആൻഡ് ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഐ ഫീൽ ഹാപ്പി. പക്ഷെ ഇപ്പോൾ എന്നും ഞാൻ ജിമ്മിൽ നിൽക്കുന്ന സമയത്തേക്കൊരു 10 കോളെങ്കിലും വരും, എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട കോൾ വരുവേ. ഞാൻ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ മഴയായിട്ട് പായലായിട്ട് നടക്കണമെങ്കിൽ കിടക്കണമെങ്കിൽ ഞാനിങ്ങനെ പിച്ച വെച്ച് നടന്നിട്ടുണ്ട്. അമ്മൂൻ്റെ കൂടെ ഇപ്പം എനിക്കൊന്ന് പുറത്ത് പോകണം. ഇവിടെ ഫാബിൻ്റെ വരെ ഒന്ന് പോകണം. അവിടെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടാൽ I'll share. ഓക്കെ. ഫാബിൻ്റെ വന്നു ട്രിവാൻഡ്രത്ത് കവടിയാറുള്ള ഫാബിൻ്റെ. കുറച്ച് വർഷങ്ങൾ മുമ്പ് ഫാബിൻ്റെ മറ്റൊരു സ്ഥലത്തായിരുന്നു, ജവഹർ നഗർ. ആ ബിൽഡിംഗ് കുറച്ച് പണ്ട് മോഹൻലാലിൻ്റെ വീടായിരുന്നു. ആ ഫാബിൻ്റെ എനിക്കിപ്പോൾ വലിയ ഇഷ്ടമായിരുന്നു. നമ്മുടെ ഒരു ബെഡ്റൂമിൽ ബെഡിലിടാണ്ട് ഒരു ബെഡ് കവർ തപ്പി വന്നതാണ്. നമ്മുടെ ബെഡെല്ലാം കിങ് സൈസാണ്. കിട്ടുമോയെന്ന് അറിയത്തില്ല, നോക്കട്ടെ. താങ്ക് യു. ഫാബിൻ്റെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അമ്മുവിൻ്റെ ഫ്രണ്ട് റിയയുടെ അമ്മ ചീസ് കേക്ക്, റിയയാണോ സജനയാണോ ആക്കിയേ? സജന ചീസ് കേക്ക് ആക്കി എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറയും നമുക്കിവിടെ അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പോകാം. നോക്കട്ടെ, അത് നല്ല ഭംഗിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ടേസ്റ്റ് എങ്ങനെ എടുത്ത് പറയാവേ. റിയയുടെ നെയിൽസ് കാണിച്ചേ. ഫേക്ക് അല്ല, ഒറിജിനൽ. നോക്കട്ടെ, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഫേക്ക് ഇഷ്ടമല്ല. ഇത് ഫേക്ക്. ഓക്കെ, ഇത് എത്രയാ ഇത് ചെയ്യാൻ? ഇത് ഐ തിങ്ക് 3000 സംതിങ് ആവും തോന്നുന്നു. കൈ രണ്ടും ചെയ്ത് അത് നിങ്ങൾ 2-3 ദിവസം മുന്നേ ഐ ഫെൽ ലൈക്ക് ഈറ്റിംഗ് ചീസ് കേക്ക്. പറഞ്ഞാലും ഉണ്ടാക്കി തരുന്ന she said she'll make ചീസ് കേക്കിൽ ഇതാ താഴെ ബിസ്ക്കറ്റ് ലെയർ ഉണ്ട്, ചീസ് ഉണ്ട്. Oh wow, it's oh my god. സോ എന്ത് കഴിക്കാൻ തോന്നിയാലും ഉമ്മ അടുത്ത് പറഞ്ഞാ മതി. പണ്ടൊരു മാംഗോ സ്റ്റിക്കി റൈസ് അറിയാതെ പറഞ്ഞതാണ്. Sindhu aunty or Umma says it's good, it's actually good. Hello. ശരി ഞാൻ കഴിക്കട്ടെ. This cheese has a very distinct flavor. യു കഴിച്ചിട്ടില്ലാത്തൊരു ടേസ്റ്റ് കേട്ടോ. അതൊന്നും പറയില്ല, അതൊക്കെയാണ് കഴിച്ചിട്ടില്ലാത്തൊരു വൈബ് അല്ലേ? അതൊന്നും ഞാൻ പറയുന്നില്ല. സോ ദിസ് വൺ ഈസ് നോട്ട് ബേക്ക്ഡ്. ഉമ്മ സാർ ഇനി ബേക്ക്ഡ് ഉണ്ടാക്കി തരാന്ന്. ഇതാന്ന് തോന്നുന്നു വൈബ് അല്ലേ? എനിക്ക് ബേക്കാണ് ആക്ച്വലി ഇഷ്ടം. സജ്ന ഇതിന്റെ ബിസിനസ് മാജിക് ഹാൻഡ്സ് ബൈ സജ്ന. മാംഗോ സ്റ്റിക്കി റൈസിന്റെ സീസൺ കഴിയുമ്പോൾ കഴിച്ച് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. നോക്ക്, if both of you like something, ഒരു ഡിഫറെന്റ് ടേസ്റ്റ് അല്ലേ സാധാരണ ഉള്ള ചീസ് കേക്ക്. ഐ തിങ്ക് യു ഷുഡ് ടോട്ടലി do sale. സൂപ്പർ ടേസ്റ്റ്. ഒരു ഹീലിംഗ് അല്ലേ, ഹീലിംഗ് പ്രോസസ്. അടിപൊളി. The mother is also correct, no? Yeah. നീ കഴിച്ച നിന്റെ വീഡിയോ എടുക്കുന്നത് ഞാൻ ചെയ്തു.
മധുരമൊക്കെ ആവശ്യത്തിനില്ലേ? എങ്ങനെയുണ്ടടാ? ഇത് ഈ ചീസ് അതൊക്കെ അതല്ലേ പറഞ്ഞ കസ്റ്റമൈസ് ഫോർ അമ്മു ആൻഡ് റിയാന്ന്. ഉമ്മ വാട്സാപ്പിൽ സ്റ്റേറ്റസ് ഒക്കെ ഇട്ടു. മെലിയുന്ന ചീസാ, എന്താണ് കഴിക്കും മാസ്മരികം. അമ്മ ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ? ഞാൻ പ്രതീക്ഷിച്ചത് ഒരു ടിറാമിസുവിന്റെ വൈബൊക്കെ ഉണ്ട്. അതിൽ ഇച്ചിരി ഒരു കോഫി വേണം. ഞാൻ അതിന് അടി ഉണ്ടാക്കിയതേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമല്ല കോഫി. കോഫി ഫ്ലേവർ ഉണ്ട്. ഇറ്റ്സ് വേറെ ടേസ്റ്റ് അല്ലേ? ഈ വേറെ വല്ല ഇത് എന്തായാലും ഇതിന്റെ അധികം കലോറി ഇല്ല. ഇതിന്റെ ബിസ്ക്കറ്റ് സൈപ്രസ് ഇല്ല. ഇൻസ്റ്റാമാർട്ട്. ഞാൻ കഴിക്കുമ്പോ കാലറിയെ പറ്റി ചിന്തിക്കാറില്ല. ഞാനിപ്പോ ഇപ്പൊ എനിക്ക് എല്ലാം എന്തായാലും ഡിന്നർ പക്ഷെ അതൊക്കെ നോക്കിയിട്ടാ കഴിച്ചിരിക്കുന്നത്. എനിക്കൊരു ഷൂട്ടിങ്ങില് ഡാൻസ് ഒരു പീസ് ചീസ് കേക്ക് കഴിക്കുന്നു. ഫീനിക്സ് ജിമ്മിലെ 3 ആൾക്കാരിരുന്ന് നമ്മൾ വീട്ടിലെത്തി. ഇന്ന് ഒരുപാട് ചാനൽസിൽ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട് ഒരാളിവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഏതൊക്കെയോ വലിയ കിച്ചു പറയുന്ന കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ. ലെറ്റ് മീ ആസ്ക് ഹിം. ഇന്നത്തെ ഈ ഒരു വിധി വന്നതിനെക്കുറിച്ച് കിച്ചുവിന് എന്താണ് പറയാനുള്ളത് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ കുറേ ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്തല്ലോ, എൻ്റെ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ തരും. ഇൻ്റർവ്യൂ അല്ലായിരുന്നു, ബൈറ്റുകൾ കൊടുത്തതാണ് അവരിങ്ങനെ. സ്വാഭാവികമായിട്ടും ഇന്ന് അഡീഷണൽ സെഷൻസ് കോർട്ടാണ്, അവിടെ നിന്നാണ് ഇന്ന് വിധി വന്നത്. ഇതിലൊരു റിലീഫെന്ന്, ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു സന്തോഷം എന്ന് വെച്ചാൽ, നമ്മൾ ഒന്നടങ്കം ഈ കുടുംബം ഒരു 1.5 ആഴ്ച മുമ്പ് എന്ത് പറയാൻ ശ്രമിച്ചോ അതിന്ന് കോടതി പറഞ്ഞു. ഇത്രേ സംഭവിച്ചുള്ളൂ. അതായത് ഇതൊരു വലിയ സന്തോഷം എന്ന് വെച്ചാൽ, ഈ വാർത്ത വന്നു തുടങ്ങിയ അന്ന് തൊട്ട് കേരളത്തിൽ ഇത് ഫോളോ ചെയ്ത ധാരാളം ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ആ ലക്ഷക്കണക്കിന് ആൾക്കാർക്കും നമുക്കും ഒരേ വികാരമായിരുന്നു. അതായത് കണ്ടവർക്കൊക്കെ അന്ന് തന്നെ മനസ്സിലായി നമ്മുടെ ഭാഗത്ത് വളരെയധികം സത്യമുണ്ട്, ന്യായമുണ്ട്. പക്ഷേ എന്നാൽ മറുഭാഗത്ത് നിന്ന് ആരോപണങ്ങൾ അഴിച്ചുവിട്ട ആരോപണം എന്ന് വെച്ചാൽ ഏറ്റവും കടുത്ത ആരോപണങ്ങൾ. അവരുടെ കയ്യിൽ ഒരു തെളിവില്ലാതെയാണ് അവരിത് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് സംഭവിച്ചതെല്ലാം നമ്മുടെ ആരുടെയും കഴിവോ ഒന്നുമല്ലായിരുന്നു. ഒരു അദൃശ്യ കരങ്ങൾ വന്ന് കൃത്യമായി പോലീസിൽ നിന്ന് അത് ക്രൈംബ്രാഞ്ചിലേക്ക് പോകുന്നു. വളരെ സമർത്ഥരായ ഉദ്യോഗസ്ഥർ മിനിമം ദിവസം കൊണ്ട് മാക്സിമം ഇതിന് വേണ്ട തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ കൃത്യമായിട്ട് കൊടുത്തപ്പോഴുണ്ടായ ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ കാണാൻ കഴിഞ്ഞത്. കാരണം അന്ന് തൊട്ടേ ഞാൻ പറയുന്നുണ്ട്, ഈ ക്യാമറയുടെ മുമ്പിൽ ഒന്ന് കയ്യടി വാങ്ങിക്കാൻ എന്ത് വേണം വിളിച്ച് പറയാം, അതിനൊന്നും കുഴപ്പമില്ല, ആരെപ്പറ്റിയും പറയാം. നമ്മുടെ നാടിൻ്റെ സംവിധാനം അങ്ങനെയാണ്. പക്ഷേ ഇതെല്ലാം കോടതിയിലോട്ട് വരുമ്പോഴത്തേക്ക് ശാസ്ത്രീയമായ തെളിവുകൾ വെച്ച് മാത്രമേ അവിടെ വർക്കാവില്ല. അവിടെ ചെന്ന് ഇമോഷൻ അടിച്ച് കരഞ്ഞു വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഇമോഷൻസ് വോണ്ട് വർക്ക് ഇൻ കോർട്ട്. അവിടെ എപ്പോഴും ക്ലിയർ കട്ടായിട്ടുള്ള സയൻറ്റിഫിക് പ്രൂഫാണ് വർക്ക് ചെയ്യുന്നത്. ഇന്നിപ്പോൾ അത് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായിട്ട് കൊടുത്തപ്പോൾ അവരുടെ ഭാഗത്ത് ആയുധമില്ലാതായിപ്പോയി. സ്വാഭാവികം ഇനിയിപ്പോൾ അവരെന്തെന്ന് വെച്ചാൽ മേൽക്കോടതികളിലോട്ട് പോയാലും ഇതൊക്കെ തന്നെയായിരിക്കും. പോയാലുള്ളൊരു കാര്യം ഇത്രേ ഉള്ളൂ, കുറച്ചൊരു പൈസ അവർക്ക് ചിലവാക്കാം, കുറച്ച് ദിവസങ്ങൾ ഒളിച്ചും പാത്തുമൊക്കെ കഴിയാം. ഈ കട്ട പൈസയാണെങ്കിൽ പോലും ഇനി അതെങ്ങനെയെങ്കിലൊക്കെ സേവ് ചെയ്യാൻ നോക്കണം. വെച്ചാൽ ഇവർ നല്ല പോലെ ധൂർത്തടിച്ചിട്ടുണ്ട്. നല്ല പോലെ, അതായത് സ്വർണം വാങ്ങിച്ചതിൻ്റെയും പിന്നെ വീട് വെച്ചതിൻ്റെയും ഒരു വാഹനങ്ങൾ വാങ്ങിച്ചതിൻ്റെ ഒക്കത്തിൻ്റെ കണക്കൊന്നും ഇതെല്ലാം കൂടി കഴിയുമ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ കുറച്ച് നാൾ പൊടിച്ചു. അതുകൊണ്ട് ഇതൊക്കെ തീരുന്നവരെ ഇവരുടെ കൂടെ ഇന്നിവർക്ക് ഈ വേണ്ടാത്ത ബുദ്ധി പറഞ്ഞു കൊടുത്ത് നിന്നവരൊക്കെ കാണത്തുള്ളൂ. അവരിതെല്ലാം കഴിയുമ്പോൾ അവർ വലിയും. കഴിഞ്ഞ ദിവസം തന്നെ പറയുന്നത് കേട്ട്, കോടതിയിൽ മെയിൻ അഡ്വക്കേറ്റ് പോലും വന്നില്ല, ഏതോ കൊച്ചു പയ്യനെ മുന്തിത്തള്ളി കയറ്റി വിട്ടു എന്നാണ് പറയുന്നത്. നമ്മൾ പോയിട്ടില്ല, കണ്ടില്ല. അവിടുന്ന് കേൾക്കാൻ കഴിഞ്ഞ കഥകളൊക്കെ ദയനീയമാണ്. അതുകൊണ്ട് വീണ്ടും അത് ഇതൊരു ചെറിയ ഒരു കേസിലെ ഒരു ചെറിയ വിധിയായിരിക്കാം ചിലപ്പോൾ. പക്ഷെ ഇതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ, അന്യൻ്റെ മുതലിൽ കൈവച്ചാൽ വിവരം അറിയും എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യാവസ്ഥ. അത് ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ഇത്ര മനോഹരമായി തിരിഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അത് നിങ്ങളുടെ എല്ലാവരുടെയും, അതായത് വലിയൊരു സമൂഹം പ്രാർത്ഥിച്ചിരിക്കണം. ഇരിക്കണം എന്നല്ല, പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. ഇത്ര പേര് ഒരുമിച്ച് നിൽക്കുമ്പോഴത്തേക്ക് അത് പ്രകൃതിയിൽ അത് വർക്ക് ചെയ്യും. ഞാൻ പലപ്പോഴും പറയും,
ഇൻവിസിബിൾ തിങ്സ് ആർ മച്ച് മോർ പവർഫുൾ ദാൻ വിസിബിൾ തിങ്സ്. ഇതിൽ സംഭവിച്ചത് കുറേയൊക്കെ വിസിബിളായിട്ടുള്ള സംഭവങ്ങളുണ്ട്, രേഖകൾ പോലീസ് അവിടെ ഹാജരാക്കും. പക്ഷേ അദൃശ്യമായ ആൾക്കാരുടെ ഈ കേസിൽ ഞങ്ങൾക്ക് നീതി ലഭിക്കണം, ന്യായം ലഭിക്കണമെന്ന് ഒന്നടങ്കം മലയാളി സമൂഹം വിചാരിച്ചതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. നന്ദി. കിച്ചു ദൂരദർശനിൽ ന്യൂസ് അവതരിപ്പിക്കണ പോലെ പറഞ്ഞില്ല, ഇനി കുറച്ച് ലൂസാക്കിയിട്ട് ഒന്ന് കാഷ്വലായിട്ട് സംസാരിച്ചേ. കാഷ്വലായിട്ടാണ് അല്ല ഇതിൻ്റെ കാരണം ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് അതിൻ്റെതായ രീതിയിൽ സംസാരിക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലും ഫ്ലെക്സിബിൾ ആവാം, അതൊന്നും ബുദ്ധിമുട്ടില്ല. കാരണം വ്യക്തമായി സ്പഷ്ടമായിട്ട് നമ്മളൊരു കാര്യം പറയണം, പറയുമ്പോഴത്തേ സ്പെസിഫിക് ആയിരിക്കും. കിച്ചുവിനെ അന്ന് നമ്മളവിടെ വിളിച്ച് വന്നതുകൊണ്ടല്ലേ ഈ കൊച്ചു പെൺപിള്ളേർ കിച്ചു അവരെ പിടിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുത്ത്. അല്ല അതല്ലെങ്കിൽ വേറൊരു സ്ഥലത്തും നമുക്ക് വരും. കാര്യം മനസ്സിലായില്ലേ? ഈ ഭൂമിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി ഈസ് ഫുൾ ഓഫ് ഒരു ഡുവൽ സംഭവങ്ങളാണ്. അതായത് നമ്മൾ പറയില്ലേ, നല്ലതും ചീത്തയും, രാത്രിയും പകലും, അടുത്തും ദൂരെയും, പണമുള്ളവനും പണമില്ലാത്തവനും, ആരോഗ്യമുള്ളവനും ഇല്ലാത്തവനും, ഇതെല്ലാം ഇങ്ങനെ രണ്ടായിട്ടാണ് കിടക്കുന്നത് ഭൂമിയിൽ. നമ്മുടെ അകത്ത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതും രണ്ടാണ്, നല്ലതും ചീത്തയും നമ്മുടെ അകത്തേ ഉണ്ട്. അപ്പം നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ മുഴുവൻ നല്ല സാഹചര്യങ്ങൾ വരും, മോശം സാഹചര്യങ്ങൾ വരും, നമ്മൾ ഇതിനകത്തൂടെ എല്ലാം പോകണം. അപ്പോൾ ആ സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് വരുന്നു അവൻ ഹീറോ ആവും. എല്ലാവർക്കും ഇത്തരം സാഹചര്യങ്ങളുടെ മുമ്പിൽ വരും. ഭൂമി അങ്ങനെയാണ്. ഭൂമിയിൽ ഒരിക്കലും പെർഫെക്റ്റ് ഐഡിയൽ കണ്ടീഷൻ ഒരു ജീവിതമില്ല. ഇനിയും നമ്മൾ പലതും തരണം ചെയ്യേണ്ടി വരും. അതങ്ങനെ തരണം ചെയ്താണ് ഭൂമിയിൽ ഒരു ദിവസം ഈ മനുഷ്യൻ ഇല്ലാതാവും, എല്ലാ മനുഷ്യരും. അപ്പോൾ അതിനകത്ത് ഓരോരുത്തരും ഓരോ ഹീറോ ആണ്. എവ്രിബഡി ഈസ് എ ഹീറോ. അവരുടെ പാത്തിലൂടെ പോയിട്ട് ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വേറെ തരത്തിൽ പല ഡിഗ്രിയിലുള്ള പ്രശ്നങ്ങൾ വരും. അത് തരണം ചെയ്യാതെ പോകാൻ പറ്റത്തില്ല. ഈ പെമ്പിള്ളേർ അവരെ വീട്ടിലെ ഹീറോ ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും വീട് വെച്ചു ആണല്ലോ ഹീറോയിൻ. അതാ ഞാൻ പറഞ്ഞത്. ഞാനീ പറഞ്ഞില്ലേ, ഇതെല്ലാവർക്കും ബാധകമാണ്. പിന്നെ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തെറ്റും ശരിയും ഉണ്ട്. അത് നിനക്കൊരു ശരി എനിക്കൊരു തെറ്റ്, അങ്ങനെയില്ല. പ്രകൃതിക്കൊരു തെറ്റും ശരിയും ഉണ്ട്. പണ്ട് നമ്മൾ പറഞ്ഞതാണ്, എത്ര ശരിയാണെന്ന് എനിക്കറിയില്ല. ജപ്പാനിലെ ഒരു കാര്യം പറയും, അവിടെ എന്ത് സംഭവം നടക്കുമ്പോഴും ഹൂ ഈസ് റൈറ്റ് എന്നുള്ളൊരു പ്രശ്നമേ ഇല്ല, വാട്ട് ഈസ് റൈറ്റ്. എന്നാൽ ശരി ഒന്നേ ഉള്ളൂ, അവർക്ക് ഇവർക്കുമായിട്ട് പ്രത്യേകം ശരികളില്ല. അപ്പോൾ വാട്ട് ഈസ് റൈറ്റ് എന്നുള്ളൊരു പോയിൻ്റ് ഉണ്ട്. അതാണ് ഇന്നൊക്കെ ഇവിടെ സംഭവിച്ചത്. വാട്ട് ഈസ് റൈറ്റ് ഇന്ന് കോടതി പറഞ്ഞതാണ് റൈറ്റ്. അന്ന് നമ്മളൊരു ശരി പറഞ്ഞു, അവരൊരു ശരി പറഞ്ഞു. അത് നിങ്ങൾ പറയുന്ന ശരി നോക്കണ്ട, ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങളൊരു ശരി പറയാമെന്നുണ്ട്. നമ്മുടെ സംവിധാനം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ്, കോടതിയാണ് പറയേണ്ടത്. ആ കോടതി ഇന്ന് പറഞ്ഞു ഇതാണ് ശരി. അത് നമ്മുടെ നല്ല കാരണങ്ങൾ കൊണ്ട്, നമ്മുടെ നല്ല പ്രവൃത്തികൾ കൊണ്ടായിരിക്കാം, ജീവിതത്തിൽ ചെയ്തുകൊണ്ടായിരിക്കാം നമ്മൾ ശരിയുടെ ഭാഗത്തു നിന്നു കോടതിയും തീരുമാനിച്ചു നിങ്ങളാണ് ശരി. ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, നമ്മുടെ കയ്യിൽ അന്ന് വീഡിയോസ് ഉണ്ടായിരുന്നു, ഇവർക്കൊക്കെ പക്ക പ്രൂഫ് ഉണ്ടായിരുന്നു. ഇതുപോലെ വലിയ പ്രൂഫൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണെങ്കിൽ ഇങ്ങനൊരു കേസൊക്കെ വരുമ്പോൾ അത് സത്യം പറയുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് വരണം എന്നില്ലല്ലോ. വലിയ പ്രയാസമായി പോകും. പക്ഷെ അപ്പോഴും എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വിശ്വാസം എന്നൊരു സാധനമുണ്ട്. ചിലർ ദൈവത്തിൽ വിശ്വസിക്കും, ചിലർ സംവിധാനങ്ങളിൽ വിശ്വസിക്കും, കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കും. ഓരോരുത്തർ അവരുടെ വിശ്വാസം രക്ഷിക്കുന്നു പറയുന്നത് ഇങ്ങനെയാണ്. എവിടെ നിന്നെങ്കിലും ഒരു അദൃശ്യ കരം വന്ന് സഹായിക്കും. കാരണം ആ സമയത്ത് ജഡ്ജ് എന്ന് പറഞ്ഞവരും മനുഷ്യരാണ്, വികാരങ്ങളുള്ളവരാണ്, പഠിച്ചവരാണ്. ചിലപ്പോൾ എല്ലാം കഴിയുമ്പോൾ പുള്ളിക്ക് തോന്നും നോ ഇതാണ് ശരി, അങ്ങനെയും വരാം. നമ്മൾ ഞെട്ടിപ്പോകുന്ന ചില വിധികൾ കണ്ടിട്ടില്ലേ? ഒരിക്കലും ആ പാവപ്പെട്ട മനുഷ്യർക്ക് നീതി കിട്ടില്ലെന്ന് കിട്ടുന്ന ഇത് വരും. ഇവർ അമിക്കസ് ക്യൂറികളേക്കും കാര്യം പല സോഴ്സുകളിൽ നിന്ന് ഇവർക്ക് വിവരം കിട്ടും. ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും നീ പറഞ്ഞത് വളരെ പ്രസക്തമായൊരു സംഭവമാണ്. കാരണം ഇതൊന്നും ഇല്ലെങ്കിൽ അന്താളിച്ചു പോകും, ഭയന്നു പോകും. ഇപ്പം നമ്മൾ ഇൻവോൾവ് ആയതുകൊണ്ട് നമുക്ക് മീഡിയ എല്ലാവരും ലൈക്ക് ആ രീതിയിലാണല്ലോ വരുന്നതും കവർ ചെയ്തത്. ഇപ്പം ഒരു സാധാരണ ഒരാളുടെ ലൈഫാണെങ്കിൽ ഒരു സാധാരണ വേണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം തന്നെ മാനഹാനി സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ പെൺകുട്ടികൾ ആദ്യം പറഞ്ഞത്. ചിലർക്ക് അത് മതി, ഒരു നെഞ്ചുവേന വന്ന് അത് ഹാർട്ട് അറ്റാക്ക് ആകാം, മരണപ്പെട്ടു പോകാനും ഇതൊക്കെ മതി. അവിടെയാണ് നമ്മളുടെ ഒരു ഭാഗ്യം വർക്ക് ചെയ്തത്. പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു, വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ആ സമയത്ത് നമുക്ക് ഒരു ബുദ്ധി തന്നു ദൈവം. ഇത് ഒന്നുമില്ലെങ്കിൽ എത്രയോ പേര് ചിലപ്പോൾ ഈ പ്രകൃതിയിൽ മരണപ്പെട്ടു പോയതിനകത്ത് ഇങ്ങനത്തെ പ്രതിസന്ധി വന്ന് ശരിയുടെ ഭാഗം 100% ശരിയാണല്ലോ, എൻ്റെ മാനം പോവുകയാണല്ലോ, ഇനി ഞാൻ എന്തിന് ജീവിക്കണം എന്ന് ആലോചിച്ച് ചിലപ്പോൾ മരിച്ച കുടുംബങ്ങൾ കാണും, വ്യക്തികൾ കാണും, നമുക്കറിയത്തില്ല. കാണുമായിരിക്കും, ആർക്കും അത് വരാതിരിക്കട്ടെ. കാരണം ഇറ്റ്സ് എ ടഫ് തിങ്. നമ്മൾ അതിന് ആ മാനം പോകുന്നു എന്ന് പറയുന്നത്, അതായത് ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ടും മാനം പോകുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കും.
പക്ഷേ എനിക്ക് ഈ ഒരു കേസിൽ എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയത് ഈ ഒരാൾ അക്കിച്ചുവിനെ കുറിച്ച് പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, ആ പെൺകുട്ടികൾ പറഞ്ഞ അത് ലൈക്ക് ഒരാൾ പോലും ഓ ആണോ എന്ന് പോലും ചോദിച്ചില്ല, കള്ളം പറയാതെ പോടേ എന്നുള്ള ആ ഒരു ഫീലായിരുന്നു. ബിക്കോസ് അവിടെ എത്ര പേരുണ്ടായിരുന്നു, നമ്മൾ എത്ര പെണ്ണുങ്ങൾ അവിടെ നിന്നു. ഇപ്പം അവർ FIR ഫയൽ ചെയ്തപ്പോൾ പോലും അവരോട് സംസാരിച്ചുകൊണ്ടിരുന്ന അമ്മുവിൻ്റെയും ഇഷാനിയുടെയും ഒന്നും പേര് കൊടുക്കാതെ എവിടെയോ ദൂരെ നിന്ന് ആണുങ്ങളുടെ പേര് കൂട്ടാനായിട്ട് നമ്മുടെ ഡ്രൈവറിന്റെയും സ്റ്റാഫിന്റെയും പേര് ആ സ്ഥലമായോണ്ടല്ലേ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. അന്നത്തെ ഒരു സാഹചര്യം വേറെ എന്തെങ്കിലും കാരണത്താൽ ഈ ഓഫീസിലോട്ട് പോയപ്പോഴത്തേക്ക് അന്ന് നമ്മുടെ കൂട്ടത്തിൽ ആർക്കും സുഖമില്ല, നിങ്ങളെല്ലാവരും അങ്ങോട്ട് പോയി. തിരിച്ചായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം അതാണ് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങൾ ഒത്തുവന്നു. എല്ലാവർക്കും ഒരു ദിവസമുണ്ട്, ദേ വിൽ ബിക്കം എ ഹീറോ. ഞാൻ എൻ്റെ ഇന്റർവ്യൂവിൽ ഞാൻ കുറച്ച് മുമ്പ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ പറയുന്നവർക്ക് പരിചയമില്ലാത്തൊരു കാറ് കയറ്റിക്കൊണ്ടുപോയി. ഈ കറുത്ത ഇന്നോവ ആ ഓഫീസിന്റെ താഴെയാണ് എന്നും കിടക്കുന്നത്. ഓസി ഇതിലാണ് ലോഡും കൊണ്ടുപോകുന്നത്. ഈ കാറിൽ ഈ പെമ്പിള്ളേർ എത്ര പ്രാവശ്യം കയറി കൊറിയർ സ്ഥലത്ത് പോയിട്ടുണ്ടാവും. ഞാൻ ഈ കാറിൽ സാധനങ്ങൾ ഒരു 200 പ്രാവശ്യം ഞാനും ജോബിനും ഒക്കെ ആയിട്ട് അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. എന്നോട് വന്ന് ആൻറ്റി ഊൻറ്റി എന്ന് പറഞ്ഞ് ചിരിച്ച് കളിച്ച് നിന്നാണ് ഈ പിള്ളേർ സാധനം എടുത്തുകൊണ്ട് പോകണം. അപ്പൊ പരിചയമില്ലാത്തൊരു കാറിൽ എന്താല്ലേ. കാരണം അറിയോ, അന്ന് ആ കുട്ടികൾ പറയുന്ന മുഴുവൻ വാചകം ശ്രദ്ധിച്ചാണ്. അതിൽ പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരെയും അകത്ത് ബന്ദിയാക്കിയിട്ട് ഞങ്ങളുടെ ഒരു ഭർത്താവിനെ വെളിയിൽ വിട്ടു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഭർത്താവിന് എന്താ സ്റ്റേഷനിൽ പോക്കട്? ഇല്ല, പണവുമായി തിരിച്ചു വന്നില്ലേ കൊന്നു കളയുന്നവർ മാത്രവുമല്ല, ഈ സ്ഥലത്തെ പറ്റി പുള്ളിക്ക് അറിയാത്തത് കൊണ്ട് പുള്ളിക്ക് എവിടെയാണ് ഞങ്ങളെ വെച്ചിരിക്കുന്നത് പോലീസിൽ പോയി പറയാൻ അറിയില്ലായിരുന്നു. പോയിട്ട് പുള്ളി എങ്ങനെയാ പക്ഷെ തിരിച്ചു വന്ന പൈസയുമായിട്ട് ഫോൺ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നു. പറഞ്ഞ കള്ളങ്ങളാ. അതും പോട്ടെ, അല്ലെങ്കിൽ അവർ പോലീസിൽ പറയുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് ഇവരവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. നേരെ സ്റ്റേഷനിൽ പോയാൽ പോലും ഞങ്ങളിതാ ഇങ്ങനെ കെട്ടിയിട്ട് ഇടിച്ചു അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു വേണേൽ പറയാമെന്നല്ലേ. അതിന് പകരം 2-3 ദിവസം കഴിഞ്ഞ് കൊണ്ട് കേസ് കൊടുത്തിരിക്കും. അതാണ് ഈ എന്ത് പറ്റിയെന്നറിയോ, അവർക്കൊരു സുവർണ അവസരം നമ്മൾ തുറന്നു കൊടുത്തിരുന്നു. നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ മക്കളെക്കാളൊക്കെ ചെറുപ്പമുണ്ട്, നമ്മളെപ്പോഴത്തെയോ ഒരു മനസ്സിൽ തോന്നി വിട്ടുകൊടുത്തേക്കാം. പക്ഷെ അതാണ് ദൈവം തീരുമാനിച്ചു. പറഞ്ഞോണ്ടിരുന്നത് എനിക്ക് ഇവരെ പോലീസ് സ്റ്റേഷനിലൊന്നും കേട്ടണ്ട, എങ്ങനെയെങ്കിലും നമുക്കങ്ങ് വിടാം. അവളങ്ങനെ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ അവളുടെ ചങ്ക് പൊട്ടിപ്പോകുന്ന പരിപാടി ആയിപ്പോയി. ചില സമയത്ത് അവൾ വല്ലാതെ വേദനിച്ച് എൻ്റെ ഓഫീസിൽ ഒരു ദിവസം വന്നിരുന്നു. ഇതിനൊക്കെ പോലെ ഭയങ്കരമായിട്ട് തകർന്ന സംഭവം ഉണ്ടായി ആ ചാനലിൽ അത് വന്നു തുടങ്ങിയപ്പോൾ. ഓസി ആക്ച്വലി ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട ഈ ഒരു പീരിയഡിൽ ഈ എന്നും നമുക്ക് ഈ മീഡിയ സൈഡിനായാലും പോലീസ് ഓരോരുത്തർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ എന്നും ഓസിക്ക് സ്ട്രെസ്സായിരുന്നു. എത്ര സ്ട്രെസ് ഇല്ലെന്ന് പറഞ്ഞാലും സ്ട്രെസ്സായിരുന്നു. അത് സ്ട്രെസ് വരും, വന്നില്ലെങ്കിൽ അവൾ ഷീ ഈസ് നോട്ട് എ ഹ്യൂമൻ ബീയിങ്. സ്ട്രെസ്സ് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സാധാരണ വിഷയമല്ല. ഒന്ന്, നമ്മുടെ വ്യക്തിപരമായി നമ്മൾ ഉണ്ടാക്കിയ നമുക്ക് റെപ്യൂട്ടേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്ന സാധനം അത് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു ഗുഡ് വിൽ എന്ന് പറഞ്ഞ സംഭവം. 2, അവൾ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴത്തേ ഇത് കേൾക്കേണ്ടി വരുന്നൊരു സംഭവം. 3, അവളുടെ പണം പോയതിൻ്റെ ഒരു എത്രയായാലും അകത്തൊരു ആദ്യമുണ്ട്. പിന്നെ അവളുടെ സ്ഥാപനത്തിന് ഇത് കൊണ്ടുണ്ടാകാവുന്ന ദോഷങ്ങളെ പറ്റി അവൾ ആലോചിച്ചു. ഓസി ഇന്നാൾ പറയുമായിരുന്നു, എനിക്ക് അവര് നിന്ന ഓഫീസിലോട്ടേക്ക് പോകാനേ തോന്നുന്നില്ല. അവിടെ മുഴുവൻ അവരുടെ ഓർമ്മകളാണ് ആ 3. അതുകൊണ്ടാണ് എനിക്കിതെല്ലാം മനസ്സിലാവേണ്ടി ഞാൻ സന്തോഷം ഈ പ്രശ്നം നടക്കുമ്പോൾ എനിക്ക് ഇവളുടെ ഓഫീസ് മാറണം, പുതിയ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മുടെ സന്തോഷത്തൊക്കെ പറഞ്ഞ ഒരു സുഹൃത്തും സഹോദരനൊക്കെ അതിൻ്റെ മുകളിലാണ്. കാരണം ആ സമയത്ത് കട്ടയ്ക്ക് നമ്മുടെ കൂടെ നിന്ന് സന്തോഷിച്ചാൽ ബാങ്കിൽ എക്സ്പീരിയൻസ് ഹ്യൂജ് എക്സ്പീരിയൻസ് ആണ്. കോട്ടക് മഹീന്ദ്ര ബാങ്കിലെ അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു സന്തോഷ്. കൃത്യമായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. കാരണം 10,000 പേര് വിളിച്ചാലും 35 പേര് എടുത്താൽ 35-ന് 7 ദ ബെസ്റ്റ് ഓഫ് ദി സ്റ്റാഫിനെ എടുക്കുന്നു. പുതിയ ബിൽഡിംഗ് നമ്മൾ തോക്കുന്നു, പട്ട നമ്മൾ എല്ലായിടത്തും ഓട്ടി നടന്ന് 1ാം തരം ഒരു ബിൽഡിംഗ് കിട്ടുന്നത് എക്സലന്റ് ലൊക്കേഷൻ. അതാ പറഞ്ഞത്, അവള് ഹാർഡ് വർക്കിംഗ് ആണ്. സോ ഷീ വിൽ ബൗൺസ് ബാക്ക് ലൈക്ക് എനിത്തിങ്. നോക്കിയോ, ഇതുപോലെ ഇത് നടന്നത് മുഴുവൻ ഒരു നല്ലൊരു അനുഭവമാണ്, എക്സ്പീരിയൻസ് ആണ്. ലൈഫിൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ബലം തരുന്നത്. കാരണം വെച്ചാൽ ഇതൊക്കെ തരണം ചെയ്ത സ്ഥിതിക്ക് അവൾ പ്രസവിച്ച് കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് അവിടെ ചെല്ലും. അവൾ ഭയങ്കര ഐഡിയാസ് ഉണ്ട് അതിനകത്ത്. ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ടുവന്ന് ഇവിടെ ഈ റൂമിൽ ഇരുന്നിട്ട് ഞാൻ വർക്ക് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ സമയം അതിനകത്ത് വർക്ക് ചെയ്യണം. ഇറ്റ്സ് ഗുഡ്. ഇതൊക്കെ പറയാനുള്ള മനസ്സ് വരുന്നുണ്ടല്ലോ. ഇന്നും ഓട്ടി നടന്നത് ഇപ്പോഴും രാത്രി അവിടെ ഇരുന്ന് ഞാൻ ഓഫീസും സ്റ്റാഫിനും നമ്മുടെ സ്റ്റാഫിനും വിട്ടുകൊടുത്തു. കാരണം വെച്ചാൽ മാക്സിമം അവിടെ അറേഞ്ചിങ്ങും മറ്റതും മറിച്ചതും അവൾക്ക് എത്രയും, അതായത് ഓണത്തിന് ഏറ്റവും നല്ല രീതിയിൽ അവൾക്ക് തുറക്കണം. പിന്നെ അവളുടെ ഒരു ധൈര്യം വെച്ചാൽ വീട്ടിൽ ഇത്രയും പേര് കൂടെ നിൽക്കുന്നു, പ്ലസ് നമുക്ക് ഇന്നൊരു ടീം വർക്ക് ചെയ്യാനുണ്ട്, പ്ലസ് ആൾക്കാർ ഇന്ന് OC എന്ന് പറയുന്നത് എത്രയോ തവണ വായ കൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ വർക്ക്സ് ലൈക്ക് എ മന്ത്രം. മനസ്സിലായി, നമ്മളൊരേ കാര്യം ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ എല്ലാ ഗുണവശങ്ങളും ഉണ്ടാവും.
അപ്പൊ കിച്ചു എന്തായാലും മറ്റേ ഫാദർ ഓഫ് ദ നേഷൻ അവാർഡ് കൊണ്ടുപോയി. എല്ലാവർക്കും ഇതുപോലൊരു അച്ഛൻ വേണം എന്നാണ് പറയുന്നത്. കൊച്ചു ഞാൻ ഇന്നലെ കള്ളൻ. എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ, കാരണം എന്നറിയോ, ഓഫ് കോഴ്സ് നമ്മളിൽ കുറേ നല്ല ഗുണങ്ങളുണ്ട്. നല്ലതും ചീത്തയും 50-50 ആയിരുന്നിരിക്കണം. ചിലപ്പോൾ നമ്മുടെ ചെറുപ്രായത്തിൽ ഇതിനേക്കാൾ മോശമായിരിക്കാം നമ്മൾ. പക്ഷേ ലൈഫിൽ നമ്മൾ പ്രായം കൂടി വരുമ്പോൾ ഒരു ഭാഗ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വ്യക്തികളുമായിട്ട് നമുക്ക് സമ്പർക്കം ഉണ്ടാകുന്നു, നല്ല നല്ല വിഷയങ്ങളുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുന്നു. അങ്ങനെ വന്നു വന്ന് ഈ 50-50 ഒക്കെ മാറിയിട്ട് മേ ബി നമ്മളിൽ ഇന്ന് ഒരു 60-70 നല്ല ഗുണങ്ങളും ആ 30 ഉള്ളായിരിക്കും, അത് കുറഞ്ഞു. അതുകൊണ്ടായിരിക്കാം, അല്ല നല്ല പ്രവൃത്തി ചെയ്തിട്ടില്ലായിരിക്കും, നമ്മുടെ മോശം കുറഞ്ഞിരിക്കാം. അതുകൊണ്ടും നമുക്ക് നന്നാവാൻ പറ്റും. ഇറ്റ്സ് എ പോളിഷിങ് ലൈഫിൽ. അവനെ എപ്പോഴും പറയും, പണ്ട് ചെറുപ്രായത്തിലൊക്കെ മരണപ്പെട്ടു പോയാൽ ഒരു തല്ലിപ്പുളിയായിട്ട് മരണപ്പെട്ടു പോയതിനെ. ഇതിപ്പോൾ നമ്മൾ ധാരാളം അനുഭവങ്ങൾ കണ്ടു. പലപ്പോഴും നമുക്ക് വീട്ടിൽ പണ്ടാണെങ്കിൽ ഞാൻ ഈ പിള്ളേരത്തൊക്കെ എന്തുമാത്രം ദേഷ്യപ്പെടും, നിൻ്റെ അടുത്ത് തട്ടിക്കയറും. ഇന്ന് ആ ദേഷ്യപ്പെടലെല്ലാം പോവുക. കാരണം വെച്ചാൽ അതുകൊണ്ട് നഷ്ടം നിങ്ങൾക്കോ മക്കൾക്കോ അല്ല, അവസാനം കറങ്ങി തിരിഞ്ഞ് എനിക്ക് തന്നെയാണ് നമുക്ക് പിടികിട്ടി. അതുകൊണ്ട് അപ്പൊ ഇനി എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടില്ലല്ലോ. നീ ഇപ്പം തന്നെ ദേഷ്യം വന്നു തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നമ്മൾ ആരെങ്കിലും വഴക്ക് പറയുമ്പോൾ പോലും ഞാനിപ്പോൾ നമ്മളൊരു വലിയ ആളാണ് എന്ന് വിചാരിച്ച് നമ്മൾ പണിക്കാരത്ത് മോശം സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെ സംസാരിച്ചാലുണ്ടാകുന്ന കുഴപ്പമില്ലെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും നല്ല പൊസിഷനിൽ ഇരിക്കുമ്പോഴത്തേക്ക് സ്റ്റാഫിനെ എടുത്തിട്ട് തെറിപ്പിക്കുന്നതാണ്. ആ സ്റ്റാഫിൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു ഇൻസൾട്ട് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു കയർത്ത് സംസാരിക്കും കിട്ടുന്നത്. ഈ വ്യക്തി ചിലപ്പോൾ ഒരു 100 പേരെടുത്ത് ഒരു മാസം പറയുന്നുണ്ടാവും. അയാൾ ഈ 100 പേരെടുത്ത് പറയുന്നുണ്ട്, അയാൾ മറന്നു പോകും, മറ്റവൻ ഓർത്ത് വെച്ചേക്കും. കാര്യം മനസ്സിലായി? റിവെഞ്ച് എന്നൊരു സാധനം വരും. നമ്മൾ പരമാവധി അതുകൊണ്ട് ആർത്തും തട്ടിക്കയറാതിരിക്കുക, മറ്റുള്ളവരെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കാതിരിക്കുക. അപ്പോൾ അത് നമ്മുടെ മക്കളാണെങ്കിലും അവരുടെ മനസ്സിൽ അതൊരു മുറിവുണ്ടാക്കും. കാരണം നമ്മൾ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷെ പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിൻ്റെ ഇതിൽ നമ്മൾ എത്ര തവണ പിള്ളേരെയൊക്കെ എന്ത് ചീത്ത വിളിച്ചിട്ടുണ്ട്, അടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇൻറ്റൻഷൻ വാസ് ഓൾവേസ് ഗുഡ് ആൻഡ് പ്യുവർ. അവർ നന്നാവണം എന്നുള്ളതിലാണ്. അതുകൊണ്ട് അല്ലാതെ വെള്ളം അടിച്ച് ആരടാന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കെട്ടുമാതിരി പിള്ളേരെ തട്ടിയിട്ട് കാര്യമില്ല. അതല്ല, നമ്മൾ അവരെ നന്മ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ ആ പറയുന്നത് പോലും നമ്മൾ ഇന്ന് ഇന്നായിരുന്നു മക്കൾ ജനിച്ചിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ എ ബെറ്റർ ഫാദർ ആ പ്രായത്തിൽ തന്നെ. പക്ഷെ അന്ന് അങ്ങനെയാണ്. അപ്പം നോസിയുടെ കൊച്ചിനെ നോക്കാലോ. അതല്ലെങ്കിൽ പോലും ആവർത്തന വിരസത വരുമെങ്കിലും പറയാം. എപ്പോഴും ഇതിനകത്തൊരു കാര്യം എന്ന് പറയും, നമ്മൾ മാതാപിതാക്കൾ മക്കളെ നോക്കുന്നതിനേക്കാൾ എപ്പോഴും ഗ്രാൻഡ് പേരൻസിനെ നല്ലതുപോലെ നോക്കാൻ പറ്റും എന്നൊരു പൊതുവെ ലോകത്ത് പറയാറുണ്ട്. കാരണം മാതാപിതാക്കളായിരുന്ന കാലത്ത് നമ്മൾ ചെറുപ്പകാലത്ത് പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിൽ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചെങ്കിലും നോക്കാൻ സമയമില്ല. ദേഷ്യം ഉണ്ടായിടി എന്നൊക്കെ പറഞ്ഞ് അവരെന്തെങ്കിലും വരും. ഇന്നാണെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ വാ എന്താ വേണ്ടതെന്ന് പറഞ്ഞ് നമ്മൾക്ക് അവരെ വിളിച്ചിരുത്തി സമാധാനത്തിൽ കഥ പറഞ്ഞു കൊടുക്കാൻ, രസിപ്പിക്കാം. അതിനുള്ള ടൈമും ക്ഷമയുമുണ്ട്. 2, വേറെന്ന് പറയുന്നത് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെടുത്ത് എപ്പോഴും നെഞ്ചോടെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പീസ് ഓഫ് മൈൻഡ് കിട്ടുകയാണ്. കാരണം ഈ കൊച്ചു കുഞ്ഞുങ്ങളായിട്ടുള്ള ഭയങ്കര സ്നേഹത്തിൽ അവർക്ക് കുറച്ചുകൂടി ലോങ് ലൈഫ് കിട്ടും, അവർക്ക് കുറച്ചുകൂടി ഹെൽത്ത് കിട്ടും എന്നും പറയാറുണ്ട്. അവർക്ക് സമയമുണ്ട്. അവർക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒന്ന് വീക്കായിട്ടിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചിരിക്കുമ്പോഴത്തേക്കൊക്കെ കാരണം വറീസ് കുറയും. ഇവരുടെ ഇത് കണ്ട് ചിരിച്ചും ബഹളം വെച്ചും എന്നൊക്കെ പറയുന്നു. സോ ഇറ്റ്സ് എ 2-way ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇതിനകത്ത്. എല്ലാവർക്കും ഗ്രാൻഡ് പേരൻസ് ഉണ്ടാവണമെന്നില്ല. പലരും ഒരു ഫ്ലാറ്റിനകത്ത് എവിടെന്നോ വന്ന് ഇവിടെ താമസിക്കുന്നവരായിരിക്കാം. അത് നല്ലതായിരിക്കാം. അല്ലാതെ വളരുന്ന കുട്ടികൾക്ക് വേറെ അഡ്വാൻറ്റേജും കാണുമായിരിക്കും. പറയാൻ പറ്റില്ല. കുറേ സംസാരിക്കുന്നു. മൈക്ക് തന്നാൽ പിന്നെ ചേട്ടൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറ. ടാറ്റയല്ല, വീണ്ടും 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 നന്ദി. താങ്ക് യു. ഇന്നത്തെ വ്ളോഗ് കുറച്ച് നീണ്ടുപോയോ എന്നൊക്കെ അറിയത്തില്ല. എന്നാലും ഐ തിങ്ക് ഐ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് നൗ. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീണ്ടും വരാം. ഓൾ ഓഫ് യു ടേക്ക് കെയർ. ലോഡ് ഓഫ് ലവ് ടു ഓൾ ദ മലയാളീസ് നമ്മുടെ കൂടെ ഈ ഒരു ഇതിൽ നിന്ന്. ഇപ്പോൾ എവിടെ പോയാലും പുറത്ത് എവിടെ പോയാലും എല്ലാവരും ചോദിക്കണം എന്തായി. ഇന്ന് ഈ വിധി വന്നു കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം. അല്ലെങ്കിൽ ഇന്ന് ഞാൻ ജിമ്മിൽ നിന്നപ്പോഴും രാവിലെ ആരൊക്കെയോ ചോദിച്ചു എന്തായി, അവരെ പിടിച്ചോ അങ്ങനെയാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്തായി, അവർക്ക് ജാമ്യം ഒന്നും കിട്ടത്തില്ലല്ലോ അല്ലേ? അതായിരുന്നു എല്ലാവർക്കും അറിയേണ്ടത്. ലൈക്ക് ഓൾ ഓവർ പീപ്പിൾ വർ ലൈക്ക് സോ ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്. ആൻഡ് താങ്ക് യു സോ മച്ച്.
അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടേക്ക് കെയർ.